ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അരിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാം. ഇത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു 1/4 കപ്പ് ഇച്ചിരി വെള്ളം, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇതിനാവശ്യത്തുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വേകാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇനി അതൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പും കൂടെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇത് നല്ലപോലെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കുക, അടി പിടിക്കാതെ. അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടണം. കണ്ടല്ലോ, നല്ലപോലെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതുവരെയും നമുക്കത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി ചെറിയ രീതിയിൽ കണ്ടല്ലോ തീ വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. വെള്ളം ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ പിന്നെ നല്ല കട്ടിക്കുള്ളതായിട്ട് കിട്ടത്തില്ല, ഒത്തിരി വെള്ളമായി പോകും. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ അടിച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ അതനുസരിച്ച് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. ആദ്യമേ ഒത്തിരി ഒത്തിരി വെള്ളമായി പോയാൽ കൊള്ളത്തില്ല. പച്ചടിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. കണ്ടല്ലോ, അപ്പോൾ ഞാൻ വീണ്ടും പുളിപ്പ് കുറവാണ്, വീണ്ടും കുറച്ചുകൂടെ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് നമ്മുടെ അനുസരിച്ചിന് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക ഈ സമയം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി. കളർ തന്നെ കണ്ടാൽ കൊതി തോന്നും അല്ലേ, അത്ര നല്ല കളറാണ്. ബീട്രൂട്ട് പച്ചടിക്കൊക്കെ ഒരു പ്രത്യേക എന്തോ പറഞ്ഞാൽ കളർ കണ്ടാൽ തന്നെ കഴിച്ചു പോകും. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും പാകത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. ചട്ടിയിലെ ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. തീ കത്തിച്ച് വെച്ചിട്ട് തൈര് ഒഴിച്ച് കൊടുക്കരുത്, അത് പിരിന്ന് പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തീയൊക്കെ നേരത്തെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടെന്നുള്ള ഒരു താളിപ്പ് കൂടെ തയ്യാറാക്കണം. അപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം, ഞാൻ ആ കടുകിട്ട വീഡിയോ എടുക്കാൻ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് ഈ പച്ചടിയിലേക്ക് എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഉടനെ തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഈ മുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം മണം ഇങ്ങനെ തിങ്ങി നിൽക്കുക വെളിച്ചെണ്ണയുടെയൊക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ എണ്ണ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി തയ്യാറായി. ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ബായ്.